ദഹനശേഷി വർദ്ധിപ്പിക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഉലുവക്കഞ്ഞീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കർക്കിടക മാസത്തിൽ ഒരു മാസം ഇത് വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഒരു മാസം മുഴുവനായിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മിനിമം ഒരാഴ്ചയെങ്കിലും കഴിക്കുക കേട്ടോ. അല്ലെങ്കിൽ 3 ദിവസം 5 ദിവസം 7 ദിവസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിന് വർഷം മുഴുവൻ നമുക്ക് ആരോഗ്യം നിലനിർത്താൻ പറ്റും. ഇപ്പോൾ വീട്ടിലുള്ള വെറും 3 ചേരുവകൾ മാത്രം മതിയാകും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കഞ്ഞീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്നത് ഒരു 1/2 ഗ്ലാസ് പച്ചരിയും അതുപോലെ തന്നെ 1/4 ഗ്ലാസ് ഉലുവയും 1/4 ഗ്ലാസ് ഉഴുന്നുമാണ്. തൊലി കളഞ്ഞ മുഴുവനായിട്ടുള്ള ഉഴുന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും. അതുകൊണ്ട് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു 5-6 മണിക്കൂറൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. പച്ചരിക്ക് പകരം നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമ്മൾ ചോറ് വെക്കുന്ന അരി എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഞവര അരി എടുക്കാം. അപ്പോൾ ഞവര അരി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലത്. അപ്പോൾ ഇത് ഒരു 6 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4-5 പ്രാവശ്യം കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അങ്ങനെയാകുമ്പോൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇത് പാകം ചെയ്യാൻ പറ്റും. ഈ ഒരു വെള്ളം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഉലുവയൊക്കെ ഇതിൽ കുതിർന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഇതിൽ ഉണ്ടാവുകയും ചെയ്യും. ഇത് നമ്മൾ ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഉലുവ കഴിക്കുന്നത് മുലപ്പാലില്ലാത്ത പ്രസവിച്ച അമ്മമാരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് മുലപ്പാൽ കൂട്ടാനൊക്കെ ഉലുവ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ, PCOS PCOD പോലത്തുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാട്ടോ ഉലുവ കഴിക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് വേവിച്ച് കൊണ്ടുവരാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 4 വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുത്തതാണ്. പിന്നെ ഫ്ലെയിമിനനുസരിച്ചിട്ടും കുക്കറിന് അനുസരിച്ചിട്ടൊക്കെ നമ്മൾ ആ ഒരു വേവൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഇതാ വെള്ളമൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം കൂടിയാലും കുറഞ്ഞാലൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമ്മളിത് കഞ്ഞിയായിട്ട് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാനിത് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമ്മൾ കഞ്ഞി തയ്യാറാക്കുമ്പോൾ അതിന് കുറച്ച് കൊഴുപ്പ് കിട്ടും. നിങ്ങൾക്കിത് കഞ്ഞിയായിട്ട് തന്നെ തയ്യാറാക്കണമെന്നില്ല, ഇതുപോലെ വരട്ടിയെടുത്തിട്ട് ഉഴുന്ന് ചോറായിട്ട് കഴിക്കാം. അപ്പോൾ നമ്മളിത് ഉഴുന്ന് ചേർത്തത് കൊണ്ട് തന്നെ ഉഴുന്ന് കഞ്ഞി എന്നാണ് കേട്ടോ പറയുന്നത്. ഉലുവക്കഞ്ഞി എന്നും പറയാം. നിങ്ങൾക്ക് വെള്ളം ചേർക്കാണ്ട് ഉഴുന്ന് ചോറായിട്ടും കഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉലുവ കഴിക്കുന്നത് നമ്മളെ ചർമ്മ സംരക്ഷണത്തിനും മുടി സംരക്ഷണത്തിനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത്തിരി കുറവായിരുന്നു, അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു പിടി തേങ്ങ നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് ഞെരടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും ചേർത്തിട്ടൊന്ന് ഞെരടിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഒരു പാൽ ഇതിലേക്ക് അങ്ങ് ഇറങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ തേങ്ങ ചിരവിയിട്ട് തന്നെ ചേർക്കണമെന്നില്ല, തേങ്ങാപ്പാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഷുഗറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ തലേന്ന് രാത്രി കുറച്ച് വെള്ളത്തിൽ ഇതിട്ടിട്ട് ഉലുവ ഇട്ടതിന് ശേഷം അതിൻ്റെ ആ വെള്ളം, പിന്നെ അതുപോലെ തന്നെ ഉലുവ കുതിർന്നത് ഒന്ന് ചവച്ച് കഴിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ, വെറും വയറ്റിൽ കഴിക്കുന്നത്. ഇപ്പോൾ കഞ്ഞി ഒന്ന് കുറുകുമ്പോൾ ഞാനിതാ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യിൽ ചെറിയുള്ളി മൂപ്പിച്ചിട്ടും കൂടിയും ചേർക്കുന്നുണ്ട്. ചെറിയുള്ളി നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും കൂടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി. ചൂടോടെ കൂടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനൊക്കെ ഇത് വളരെ നല്ലതാണ്. ഇപ്പോൾ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ശരീരം കൂടുതൽ ദുർബലമാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതുപോലുള്ള കർക്കിടക കഞ്ഞിയും അതുപോലെ കർക്കിടക ചികിത്സയൊക്കെ നമ്മൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കഞ്ഞി തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. ഒരു വർഷം മുഴുവൻ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായാൽ തയ്യാറാക്കി നോക്കാനും അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്